ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോട്ടറി ടാക്സുകളെ കുറിച്ചാണ്. നമ്മളിത് ഡെയിലി ലോട്ടറി എടുക്കുന്ന ആളുകളായിരിക്കും. കേരള ലോട്ടറി എടുക്കുന്നുണ്ടാവും, ലോട്ടറി കൂടെ ഇൻ്റർനാഷണൽ ലോട്ടറി എടുക്കുന്നവരുണ്ടാവും, ഗൾഫ് ലോട്ടറി എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിതിന് ടാക്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും, ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ടാക്സ് എത്രയാണെന്ന് നോക്കാം. പിന്നെ മാത്രമല്ല, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ആക്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മൾ എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും നോക്കാം ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് യു എസ് എയുടെ ടാക്സ് ആണ്. ഒരു രാജ്യമാണ് യു എസ് എ. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ലോട്ടറികൾ ഉള്ളതും യു എസ് എയിലാണ്. ടാക്സ് എമൗണ്ട് ലോട്ടറി നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 50% ആണ്. അതായത് നമ്മൾ 100 മില്യൺ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 50 മില്യൺ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അത് അവിടെയുള്ള ആളുകൾക്ക്, നമ്മൾ നോൺ സിറ്റിസൺ ആണെങ്കിൽ, നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ ഓൺലൈനിലൂടെയോ നമ്മൾ അവിടെ പോയിട്ടോ അങ്ങനെ എടുക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 40% ടാക്സാണ്. 30% ഫെഡറൽ ടാക്സും 10% അടുത്ത് സ്റ്റേറ്റ് ടാക്സും നമ്മൾ അടയ്ക്കണം. നോൺ സിറ്റിസൺ ആണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും അങ്ങനെ ഏകദേശം 40% ആണ് എടുത്താണ് നമ്മൾ അടയ്ക്കേണ്ടത്. അത് ഡബിൾ ടാക്സേഷൻ ആണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ അത് അത്രയും എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് ലാസ്റ്റ് പറയാം. അടുത്തത് ഇറ്റലിയാണ്. ഇറ്റലിയിൽ നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ടാക്സ്, അതായത് നമ്മളൊരു വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 20% ആണ് ടാക്സ്. അതിൽ കൂടുതൽ വേറെ സ്റ്റേറ്റ് ടാക്സ്, സിറ്റി ടാക്സ്, അങ്ങനെ വേറെ ഒരു ടാക്സും ഇല്ല. 20% അത് നോൺ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്കും സെയിം തന്നെയാണ്. അടുത്തത് ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിൽ 0% ആണ് ടാക്സ്. അതായത് സിറ്റിസൺ ആണെങ്കിൽ നോൺ സിറ്റിസൺ ആണെങ്കിൽ 0% ടാക്സ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തരത്തിലുള്ള ടാക്സുകളും ഇല്ല. അടുത്തത് ഓസ്ട്രിയയാണ്. ഓസ്ട്രിയയിൽ ഇഷ്ടംപോലെ ലോട്ടറികളുണ്ട്. അപ്പോൾ അവിടുത്തെ ടാക്സ് അവിടെയും 0% ടാക്സ് ആണ്. അതായത് നമ്മൾ ഒരു പൈസ പോലും ടാക്സ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ട. 1 കോടി വിൻ ചെയ്താൽ നമുക്ക് 1 കോടി നമുക്ക് ലഭിക്കും. അത് നോൺ സിറ്റിസൺ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, അങ്ങനെ ലോട്ടറികൾ എടുക്കുമ്പോൾ അങ്ങനെയുള്ള ലോട്ടറികൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇന്ത്യയിലുള്ളവരല്ല, ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ. അടുത്തത് ഓസ്ട്രേലിയയാണ്. ഇപ്പോൾ പറയുന്നത് ഓസ്ട്രിയയാണ്. അടുത്തത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയും 0% മാത്രമേ ടാക്സ് ഉള്ളൂ. സിറ്റിസൺ, നോൺ സിറ്റിസൺ ആർക്കായാലും ഒരു ടാക്സും ഇല്ല ഓസ്ട്രേലിയയിൽ. നമുക്ക് വിൻ ചെയ്ത 1 കോടിയാണെങ്കിൽ 10 കോടിയാണെങ്കിൽ എത്ര കോടിയാണെങ്കിൽ നമുക്ക് മുഴുവൻ എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അടുത്തത് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ കുറേ ലോട്ടറികൾ നമുക്കറിയാം. വളരെ വില കുറവുള്ള ലോട്ടറികളാണ്. അവിടെ അവിടെയും 0 ടാക്സേ ഉള്ളൂ. സിറ്റിസൺ ആയാലും നോൺ സിറ്റിസൺ ആയാലും ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണ് നമുക്കൊരു 25 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ, 50 ലക്ഷം ആണെങ്കിലും 1 കോടിയാണെങ്കിലും നമുക്ക് ഫുൾ എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അടുത്തത് പോളണ്ടാണ്. പോളണ്ടിൽ ടാക്സ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ അത് നോൺ സിറ്റിസൺ ആയാലും സിറ്റിസൺ ആയാലും സെയിം തന്നെ, 10% മാത്രമേ ഉള്ളൂ. 1 കോടി അടിച്ചാൽ നമുക്ക് 90 ലക്ഷം കൊണ്ടുവരാം. അടുത്തത് യു എ ആണ്. യു എയിൽ 0 ടാക്സ് ആണ്. ഒരു ടാക്സും ഇല്ല. അവിടെ ഫുൾ എമൗണ്ട് നമുക്ക് ലഭിക്കും. അടുത്തത് ഖത്തറാണ്. ഖത്തറിലും 0 ടാക്സ് ആണ്. സിറ്റിസൺ ആയാലും നോൺ സിറ്റിസൺ ആയാലും ഒരു ടാക്സ് പോലും ഇല്ല. അടുത്തത് സ്പെയിനാണ്. സ്പെയിൻ ലോട്ടറികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 20% ടാക്സ് ഉണ്ട്. ഏത് ലോട്ടറി എടുക്കുകയാണെങ്കിൽ 20%, അല്ലാതെ വേറെ ടാക്സുകളില്ല. അപ്പോൾ അത് സിറ്റിസൺ ആണെങ്കിൽ നോൺ സിറ്റിസൺ ആണെങ്കിലും സെയിം തന്നെയാണ്, 20% ആണ്. അടുത്തത് പോർച്ചുഗലിൻ്റെ ലോട്ടറികൾ കുറേ നമുക്കറിയാം. അത് 20% ആണ് ടാക്സ് വരുന്നത്. ടോട്ടൽ എമൗണ്ടിന് 20%. അത് സിറ്റിസണും നോൺ സിറ്റിസണും സെയിം തന്നെയാണ്. അടുത്തത് കാനഡയാണ്. കാനഡയിൽ 0% മാത്രമേ ടാക്സ് ഉള്ളൂ. നോൺ സിറ്റിസണും വേറൊരു ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല. ജപ്പാനിലും 0% മാത്രമേ ടാക്സ് ഉള്ളൂ. അതായത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും 0% ടാക്സ് ഉള്ളൂ. ഇന്ത്യയുടെ ടാക്സ് നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ അത് ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസ് ലോട്ടറികളുണ്ട്. അത് ലോട്ടറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ 20% ആണ് ടാക്സ് വരുന്നത്, സിറ്റിസൺ ആയാലും നോൺ സിറ്റിസൺ ആയാലും. അത് ഇത്ര എമൗണ്ട് ഉണ്ട് കേട്ടോ. അതായത് 10,000 ഫിലിപ്പീൻസ് എമൗണ്ടിൻ്റെ കൂടുതലായിട്ടുണ്ടെങ്കിലാണ് 20% വരുന്നത്. അടുത്തത് മെക്സിക്കോയിൽ വരുന്ന ടാക്സ്, ടോട്ടൽ ടാക്സ് വരുന്നത് 13% ആണ്. സിറ്റിസൺ ആയാലും അവിടെയുള്ള ആളുകൾക്കാണ് 13%. നോൺ സിറ്റിസൺ, അതായത് നമ്മൾക്കൊക്കെ വിൻ ചെയ്യുകയാണെങ്കിൽ 1 to 7% മാത്രം നമ്മൾ ടാക്സ് പേ ചെയ്താൽ മതി. അടുത്തത് യൂറോപ്യൻ കൺട്രിയാണ്. അപ്പോൾ അത് യു കെയിൽ 0% ആണ്. യൂറോപ്യൻ കൺട്രീസുകളുണ്ട്. അതായത് യുണൈറ്റഡ് കിങ്ഡം, അയർലൻഡ്, ജർമ്മനി, ബെൽജിയം, ഫിൻലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്. ഈ രാജ്യങ്ങളിലൊക്കെ 0% ആണ് ടാക്സ് വരുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഇനി ഇന്ത്യയുടെ നോക്കാം. ഇന്ത്യയിൽ എത്ര ടാക്സ് നോക്കാം. കാരണം ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട സ്ഥലം USA ആണ്. അത് ഇന്ത്യയല്ല ഒന്നാമത്തെ കാര്യം. കാരണം ഇന്ത്യയിലെ ടാക്സ് എന്ന് പറയുന്നത്
ടോട്ടൽ ടാക്സ് അതായത് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടല്ലോ, 1 കോടി വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 30% ടാക്സ് കഴിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുക. ഒക്കെ അതിൻ്റെ കൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ട്. അപ്പോൾ അതായത് ടോട്ടൽ 31.2 ആണ്. സർചാർജ് വേറെ വരും. അങ്ങനെ ഏകദേശം 35 മുതൽ 36% വരെയാണ് നമുക്ക് ടാക്സ് വരുന്നത്. അത് പിന്നെ നമ്മുടെ ഇന്ത്യൻ ലോട്ടറി, അതായത് കേരള ലോട്ടറിക്ക് ആരെങ്കിലും വിദേശികളോ വേറെ രാജ്യങ്ങളിലുള്ളവർ എടുക്കുകയാണെങ്കിൽ അവർക്കും വരുന്നത് TDS എമൗണ്ട് ആയിട്ടുള്ള 31.2% ആണ് ടാക്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. സെക്കൻഡാണ് ഇന്ത്യ വരുന്നത്. ഇന്ത്യയിൽ ഏകദേശം 37% ആണ് ടാക്സ് വരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ടാക്സ് ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ച് കുറഞ്ഞതാണ് ടാക്സ്. ഏറ്റവും കൂടുതൽ ടാക്സ് വരുന്നത് USA-ലും ഇന്ത്യയിലുമാണ്. നമ്മൾ വിൻ ചെയ്ത എമൗണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എത്ര രൂപ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും? അമേരിക്കയിൽ 50% എടുത്താണ് ടാക്സ്. പക്ഷേ നോൺ സിറ്റിസൺ ആണെങ്കിൽ ഏകദേശം 40% അടുത്തേക്ക് വരുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ഏകദേശം 37% ആ ഒരു റേഞ്ചിലാണ് ടാക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പം അവിടെ അടച്ച എമൗണ്ടിൽ നിന്ന് കുറയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ 37% ഉള്ളൂ. അപ്പോൾ അവിടെ 20% നമ്മൾ ഏതെങ്കിലും രാജ്യങ്ങളിൽ, ഇപ്പം വേറെ ഇറ്റലിയിൽ 20% ആണ്. അപ്പോൾ 20% ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കൊണ്ടുവരുന്ന അതിൽ കൂടുതലുള്ള ടാക്സ് നമ്മളിവിടെ അടയ്ക്കണം. അതായത് 1 കോടി വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ 20% ടാക്സ് അടച്ചിട്ടുണ്ടാവും. അതായത് 80 ലക്ഷമേ ഉള്ളൂ ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ബാക്കി എമൗണ്ട് ആയിട്ടുള്ള 37% ആയി വരുന്ന ബാക്കി എമൗണ്ട് നമ്മൾ ഇവിടെ ടാക്സ് പേ ചെയ്യണം. നമ്മൾ അവിടെ ഒരു പ്രാവശ്യം ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ USA-ൽ നമ്മൾ 50% 40% ടാക്സ് അടച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഇവിടെയും 40% ടാക്സ് അടയ്ക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ആക്ട് ഉണ്ട്. അങ്ങനെ കുറേ രാജ്യങ്ങളായിട്ട് ഇന്ത്യ അത് ഒരു കരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വിൻ ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ അവിടെ അടച്ചതിൽ കൂടുതലാണ് ഇവിടെ ടാക്സ് വരുന്നതെങ്കിൽ നമ്മൾ ആ ടാക്സ് മാത്രം അടയ്ക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാക്സിൻ്റെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഗൾഫിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ US പവർബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അവിടേക്കുള്ള അക്കൗണ്ടിൽ നമ്മൾ നേരിട്ട് പോയി ക്ലെയിം ചെയ്യാണല്ലോ ചെയ്യാം. വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0% ടാക്സ് ആണ്. പക്ഷേ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഗൾഫ് ലോട്ടറി ആണെങ്കിലും ഏത് ലോട്ടറി ആണെങ്കിലും ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ലോട്ടറികളിലുള്ള വരുമാനം നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്ര % ടാക്സ് നിർബന്ധമായി കൊടുക്കണം. അപ്പോൾ അത് ഗൾഫ് ലോട്ടറി ആയാലും US പവർബോൾ ആയാലും ഏത് രാജ്യത്തിൻ്റെ ലോട്ടറികളായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി ടാക്സിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.